പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 64-ാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു. പ്രതിവിഷയം പ്രതിബന്ധമേറി മേവുന്നിതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ. അതിവിശദ സ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയുന്നതിനില്ല നീതിഹാനി. പ്രതിവിഷയം പ്രതിബന്ധമേറി മേവുന്നു ഇതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ. അതിവിശദ സ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയുന്നു ഇതിനില്ല നീതിഹാനി. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. പ്രതിവിഷയം, ഓരോ വിഷയവും പ്രതിബന്ധമേറി മേവുന്നു, ആത്മസാക്ഷാത്കാരത്തിന് തടസ്സം നിൽക്കുന്നു. ഇതിനെ, ഈ തടസ്സത്തെ, നിജസ്മൃതിയെ, ആത്മസ്മൃതി കൊണ്ട് നിരാകരിക്കൂ, തള്ളിക്കളയണം. അതിവിശദ സ്മൃതിയാൽ, ആത്മാവിൻ്റെ സീമയറ്റ ഓർമ്മയാൽ, അതീത വിദ്യാനിധി, എല്ലാ ഉപാധികൾക്കും അതീതമായ ആനന്ദഘനമായ ജ്ഞാനം തെളിയുന്നു, ഉള്ളിൽ തെളിയുന്നു. ഇതിനില്ല നീതിഹാനി, ഇതിൽ അയുക്തമായി ഒന്നുമില്ല. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. ഓരോ വിഷയവും ആത്മസാക്ഷാത്കാരത്തിന് തടസ്സം നിൽക്കുന്നു. ഈ തടസ്സത്തെ ആത്മസ്മൃതി കൊണ്ട് തള്ളിക്കളയണം. ആത്മാവിൻ്റെ സീമയറ്റ ഓർമ്മയാൽ എല്ലാ ഉപാധികൾക്കും അതീതമായ ആനന്ദഘനമായ ജ്ഞാനം ഉള്ളിൽ തെളിയുന്നു. ഇതിൽ അയുക്തമായി ഒന്നുമില്ല. ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് ഒന്ന് കടക്കാം. വസ്തുവും വിഷയവും തമ്മിൽ അന്തരമുണ്ട്. വസ്തു മനസ്സിൻ്റെ പ്രിയപ്രിയങ്ങളുമായി കലരുമ്പോൾ അത് വിഷയമായി. വിഷയം വിഷം പോലെയാണെന്ന് അഷ്ടവക്ര മുനിയെ പോലുള്ളവർ പറയുന്നത്. അങ്ങനെ പറയാൻ ഒരു കാരണം, വിഷയം നമ്മുടെ വാസനയെ മുഴുവൻ ഉണർത്തി നമ്മെ കർമ്മോത്സുകരാക്കും. കർമ്മം എന്ന് പറയുന്നത് കാമ്യ വിഷയത്തിനു വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനമാണ്. ഒരു വിഷയം നമ്മുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വിഷയത്തോട് ചേർന്ന അനേകം വിഷയങ്ങൾ കൂട്ടം കൂട്ടമായി മനോദർപ്പണത്തിലേക്ക് തള്ളിക്കയറി വരും. ഓരോ വിഷയചിന്തയും എനിക്കാദ്യം പൂർത്തീകരണം നൽകൂ എന്ന് പറയുന്നത് പോലെയാണ് നമ്മെ കാമ്യ വിഷയത്തിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ജീവിതം മുഴുവൻ വിഷയചിന്തയോട് ചേർന്ന പ്രവർത്തനങ്ങളുമായി നമ്മൾ കഴിച്ചുകൂട്ടുമ്പോൾ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മറന്നുപോകുന്നു. 2 തരത്തിലുള്ള സ്മൃതികൾ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഒരേ ഒരു സ്മൃതി തന്നെയാണ് 2 മുഖങ്ങളിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നത്. ഒന്ന് വിഷയസ്മൃതിയും വേറൊന്ന് ആത്മസ്മൃതിയും ആണ്. ആത്മസ്മൃതിയിലൂടെ മാത്രമേ വിഷയസ്മൃതിയെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. വിഷയസ്മൃതി ബന്ധനത്തിന് കാരണമാകുന്നു. അതേസമയം ആത്മസ്മൃതി മുക്തിസന്ദായകമാണ്. ആത്മാവിൻ്റെ സ്മൃതിയെയാണ് അതിവിശദ സ്മൃതി എന്ന് തൃപ്പാദങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എല്ലാ സ്മരണകളുടെയും മൂലകന്ധമാണ് ആത്മസത്ത. ആ ആത്മസത്തയിൽ പ്രാപഞ്ചിക ജീവിതത്തിൻ്റെ മുഴുവൻ ഓർമ്മകളെയും സൂക്ഷ്മമായി കോറിയിട്ടിട്ടുണ്ട്. കമ്പ്യൂട്ടറിലെ മൈക്രോ ചിപ്പുകളിൽ മെമ്മറി സൂക്ഷിക്കുന്നത് പോലെയാണിത്. ഇവിടെ ഈശ്വരൻ്റെ മസ്തിഷ്കത്തിലാണ് ഇതെല്ലാം ശേഖരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഒരു സ്മൃതിയിലൂടെയാണ് നമ്മൾ അതിരുകളില്ലാത്ത ജ്ഞാനത്തെ ആത്മാനന്ദമായി അനുഭവിച്ചറിയുന്നത്. തെളിമയുള്ള ഒരു ജീവിതത്തിന് വേറൊരു പോംവഴിയും ഇല്ല. ആത്മനിഷ്ഠമായ സാധന അനുഷ്ഠിക്കണം. എന്തിനാണ് ആമന്തിക്കുന്നത്? വിഷയങ്ങളുടെ തടസ്സം വിഷയചിന്ത ഉള്ളിടത്തോളം മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കും ആത്മാവിനും ഇടയിൽ ഒരു മധ്യവർത്തി
ഇല്ല. അത് തർക്കമില്ലാത്ത സംഗതിയാണ്. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, 64-ാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനമാണ് നമ്മൾ നടത്തിയത്. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.